ഈ ചിത്രം നിങ്ങളിൽ ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാവും. പണ്ട് ഏഷ്യാനെറ്റിലൂടെ സംപ്രേഷണം ചെയ്തിരുന്ന ഓട്ടോഗ്രാഫ് എന്ന സീരിയലിലെ 5 ഫിംഗേഴ്സ്. അതെ, ആ 5 ഫിംഗേഴ്സിൽ ഒരാളാണ് ഞാൻ. പേര് അംബരീഷ്. ആ സീരിയലും ആ സീരിയലിലെ കഥാപാത്രങ്ങളും ഇന്നും മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരുപാട് പേര് ഞാൻ പരിചയപ്പെടാറുണ്ട്. അവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഇടക്കാലത്ത് എവിടെ പോയി എന്നുള്ളത്. ഒത്തിരി ദൂരമൊന്നും ഞാൻ പോരുന്നില്ല, ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ സിനിമയിൽ സഹസംവിധായകനായിട്ട് ജോലി ചെയ്യായിരുന്നു. ആ കാലഘട്ടത്തിലാണ് വൈഫ് പീഡിയാട്രിക്സിൽ MD ചെയ്യാനായിട്ട് ചണ്ഡീഗഡിൽ പോയത്. അപ്പൊ കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ ഞാൻ നേരെ ഓടും അവളുടെ അടുത്തേക്ക്. പരിചയപ്പെടുത്താൻ മറന്നുപോയി, ഇതാണ് എൻ്റെ ഭാര്യ. പേര് അഞ്ജു. പീഡിയാട്രീഷ്യനാണ്. ഇവിടെ NHS ജോലി ചെയ്യുന്നു. ഇവിടെ എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ UK. ഞങ്ങളിപ്പോൾ UK സെറ്റിൽഡ് ആണ്. എനിക്ക് 2 മക്കളാണ് ഉള്ളത്. മൂത്താൾ അക്ഷത 7 വയസ്സ്, രണ്ടാമത്തെ ആള് ദർശിത 1.5 വയസ്സ്. ഞങ്ങളിവിടെ UK ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്കൊരു പെട്രോൾ പമ്പിലായിരുന്നു ടിൽ ഓപ്പറേറ്ററായിട്ട് ജോലി. അതിനുശേഷം ഞാനിവിടുത്തെ ബസ്സിന്റെ ലൈസൻസ് ഒക്കെ എടുത്ത് ബസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യായിരുന്നു. തൽക്കാലത്തേക്ക് ഞാനൊരു കരിയർ ഗ്യാപ്പ് എടുത്തു. 5 ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ട്രെയിനിങ് കിട്ടി. അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും 5 അത് നേടിയെടുത്തതിൽ ഒത്തിരി അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. 5 വർഷമാണ് ഈ ട്രെയിനിങ്ങിന്റെ കാലാവധി. ആദ്യത്തെ 2 വർഷത്തിനിടയിൽ ഞങ്ങൾക്ക് 6 മാസം കഴിയുമ്പോൾ ഓരോരോ സ്ഥലത്തേക്ക് മാറണം. ആ സ്ഥലത്തുള്ള ഹോസ്പിറ്റലിൽ വേണം 5 ട്രെയിനിങ് എടുക്കേണ്ടത്. പിന്നീടുള്ള 3 വർഷം ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരിടത്ത് സെറ്റിൽ ചെയ്യാൻ പറ്റും. ആ സമയത്ത് വേണം എനിക്ക് തിരിച്ച് ജോലിയിൽ കയറാൻ. അതുവരെ സ്വസ്ഥം ഗൃഹഭരണം. ചിലരൊക്കെ എന്നെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, അയ്യോ പഴയ സീരിയൽ ആക്ടറല്ലേ, ഇപ്പൊ എന്ത് ചെയ്യുന്നു, എന്തുണ്ട് വിശേഷം, എവിടെയാണ്, എങ്ങനെയൊക്കെയാണെന്ന്. എന്റെ ജീവിതത്തിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ യൂട്യൂബ് തന്നെയാണ് നല്ലത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ ചാനൽ കാണണം. കണ്ടാൽ മാത്രം പോരാ, എല്ലാവരും പറയും പോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം. തെറ്റുകുറ്റങ്ങൾ കണ്ട തീർച്ചയായിട്ടും അതും എന്നോട് പറയണം. അപ്പൊ നമുക്ക് പുതിയ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.